ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. പ്രിസൈസ് എന്ന് പറയുന്ന ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രിസൈസ് എന്ന് പറയുന്നത് ഒരു വലിയ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ഈ ഫാമിലിയിലെ ചെറിയൊരു ഫാമിലിയാണ് നമ്മൾ ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റ്. സോ നമ്മുടെ ഫാമിലിയിലെ ചെറിയ ചെറിയ കഥകളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ സ്പേസ്. നമ്മളുടെ ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സൊക്കെ നമ്മളിതുപോലെ ക്യാപ്ചർ ചെയ്ത് ഫ്രെയിം ചെയ്ത് ഇവിടെ വയ്ക്കും. കേരളപ്പിറവി, ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും ശരിക്കും എൻജോയ് ചെയ്യുന്നത് ഇതാ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ്. ഇതിൽ ഓരോ പിക്ചേഴ്സ് കാണുമ്പോഴും നമുക്ക് ആ ഡേ ഓർമ്മ വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത് കാണുന്നിടത്ത് തന്നെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ലൂക്കയുടെ വീട്. നമുക്കൊരു ഫൈറ്റർ ഉണ്ട്. ലൂക്ക ഒരു ഫൈറ്ററാണ്, ഒരു ബ്ലൂ ഫൈറ്റർ, നല്ല നീണ്ട വാലുള്ളൊരു ബ്ലൂ ഫൈറ്റർ. പക്ഷെ ഇപ്പോൾ നമുക്ക് ലൂക്ക ഇല്ല. ലൂക്കയുടെ വീടുണ്ട്, പക്ഷെ ലൂക്ക ഇപ്പോൾ ഇല്ല. കുറച്ച് നാൾക്ക് മുന്നേ ലൂക്ക മരിച്ചുപോയി. സോ പക്ഷെ നമ്മളിത് ഇവിടെ തന്നെ വെച്ചേക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്താലും ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഈ ഒരു റൂമിൽ പോകാൻ നേരത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്ത ഒരു ഫീലേ ഉണ്ടാവില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ബൈ ബൈ പറഞ്ഞാൽ പോവുക. അത് റൂമിൻ്റെ പ്രത്യേകതയാണോ അതോ എല്ലാവരും കാണുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ പീസ്ഫുൾ പോസിറ്റീവ് ആകുന്നതാണോ എന്തോ. ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വേറൊന്നുമില്ല. പറയുമ്പോൾ ഇന്നെന്തോ ഭയങ്കര ഒരു സന്തോഷം, സ്നേഹമൊക്കെ തോന്നുക എന്താണോ ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് പറയാം. ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പ് വരുന്ന നമ്മളൊരു 17-18 പേരുണ്ട്. അതിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര കുരുത്തക്കേടുള്ളവരുണ്ട്, ഭയങ്കര മെച്യൂർഡ് ആയവരുണ്ട്, കുറച്ച് കാര്യഗൗരവമുള്ളവരുണ്ട്, കുട്ടികളിയുള്ളവരുണ്ട്. സോ ഇതെല്ലാം ചേർത്ത് ഇങ്ങനെ ഒരു ടീമായപ്പോൾ ഭയങ്കര രസമാണ്. നെക്സ്റ്റ് വ്ളോഗിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഞാൻ പരിചയപ്പെടുത്താം. ഡാം ഷുവർ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഫാമിലി വരുന്നത്. ബാക്കി ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. സോ അപ്പോൾ ടാറ്റാ.